നമുക്ക് നാടൻ രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് പോള എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് കഷ്ണങ്ങളാക്കിയത് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഈ ക്യാരറ്റ് നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതൊരു 3 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. 3 വിസിലിന് ശേഷം നമ്മുടെ ക്യാരറ്റിലെ വെള്ളമൊക്കെ ഊറ്റി ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് മുഴുവൻ ക്യാരറ്റും പിഴിഞ്ഞെടുക്കണം. ഞാനിവിടെ കണ്ടോ മുഴുവൻ ക്യാരറ്റും ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റിൽ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ പോള കറക്റ്റ് പെർഫെക്റ്റായി വരില്ല. അതിനാണ് ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കുന്നത്. ഇനി പിഴിഞ്ഞെടുത്ത ക്യാരറ്റ് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഞാൻ 6 മുട്ടയാണ് കേട്ടോ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. തലശ്ശേരിയിലുള്ള ഒരു ഉമ്മുമ്മാൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഞാൻ ഇതുപോലെ ഒരു നാടൻ ഇടിച്ചക്ക തോരനും തലശ്ശേരി റെസിപ്പിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ തന്നെയാണ് നമുക്ക് ഇതും ചെയ്തു തരുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പാക്കറ്റ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങില്ലേ, 10 രൂപയുടെ പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടില്ലേ, അങ്ങനെ ഒരു പാക്കറ്റ് പാൽപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു ഏകദേശം 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പഴയ ചട്ടി നല്ല പോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുക്കർ വെച്ച് കൊടുക്കുകയാണ്. ഇത് നെയ്യ് തടവി വെച്ചിട്ടുള്ള കുക്കറാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ക്യാരറ്റ് മുട്ടയും കൂടെ അരച്ചെടുത്തിട്ടില്ലേ, ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ടില്ലേ, നമ്മൾ ബാറ്റർ മുഴുവനായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കുക്കർ നല്ല ചൂടായ കുക്കറിലേക്കാണ് കേട്ടോ നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ വിസിൽ അഴിച്ചു വെച്ചിട്ട് നമ്മളിതൊരു 40 മിനിറ്റോളം സിമ്മിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അടിയിൽ പാത്രം വെച്ചത് കൊണ്ട് തന്നെ ഇത് കരിഞ്ഞു പോകുന്നില്ല. നമ്മൾ 40 മിനിറ്റ് വരെ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്, വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല. ഇനി നല്ല പോലെ ചൂടാറിയ ശേഷമാണ് നമുക്കിത് കുക്കറിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ട്രഡീഷണൽ ക്യാരറ്റ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.